നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്. രാഹുലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്ത് തെളിവുകളാണ് ഉള്ളതെന്നും വ്യക്തമാക്കണം. ഒരു കൂട്ടം നേതാക്കളാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത്. കോൺഗ്രസും CPIM-ഉം കള്ളനും പോലീസും കളിക്കുകയാണെന്നും MT രമേശ്. ദേശീയാടിസ്ഥാനത്തിൽ BJPയുടെ നേതൃത്വത്തിൽ വർഗീയ വിഷം ആളിക്കത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മണ്ണൂരിൽ LDF സ്ഥാനാർത്ഥി പര്യടന പൊതുയോഗം. UDF ഒറ്റപ്പാലം മുനിസിപ്പൽ പ്രകടന പത്രിക പുറത്തിറക്കി. വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ UDFനെ നോക്കിക്കാണുന്നതെന്നും വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഭരണത്തിലെത്തുമെന്നും UDF നേതാക്കൾ. കഴിഞ്ഞ ഇടതുഭരണം ദുർഭരണമായിരുന്നുവെന്നും നേതാക്കൾ. ആലത്തൂരിൽ കൗമാര പ്രതിമകളുടെ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. കലാകിരീടത്തിനായി ഉപജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കലോത്സവത്തിൽ വാണിയംകുളം TRK ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത യാഴ് ബാൻഡ് മത്സര ഇനം ശ്രദ്ധേയമായി. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനിറങ്ങി ജനം ഭീതിയിൽ. ഇത്തവണ കാട്ടാനിറങ്ങിയത് ജനവാസ മേഖലയായ ആതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം. ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ കോൺഗ്രസ് ജീർണതയുടെ പരമാവധിയിലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്. രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും രാഹുലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്ത് തെളിവുകളാണ് ഉള്ളതെന്നും വ്യക്തമാക്കണം. കോൺഗ്രസും CPIM-ഉം കള്ളനും പോലീസും കളിക്കുകയാണെന്നും MT രമേശ് പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസും സർക്കാരും ഒളിച്ചു കളിക്കുകയാണ്. രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ട പോലീസിന്റെ കൈ ആരാണ് കെട്ടിയതെന്നും രമേശ് BJP ജില്ലാ കാര്യാലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. CPIM-ഉം കോൺഗ്രസും തമ്മിൽ കള്ളനും പോലീസും കളിക്കുകയാണ്. ഒളിവിലിരുന്ന് രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. രാഹുലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്ത് തെളിവുകളാണുള്ളതെന്നും വ്യക്തമാക്കപ്പെടണം. ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും രാഹുലിന് സംരക്ഷണ കവചം തീർക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി പോലീസ് സംഘത്തിന് കൈമാറിയത് ഇതേ KPCC നേതൃത്വമാണല്ലോ. സ്വന്തം പാർട്ടിയുടെ ഒരു MLA-ക്കെതിരായി ഒരു പീഡന പരാതി പോലീസിന് കൈമാറിയിട്ടും ആ നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. അതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുവാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പൊ ഒളിവിലിരുന്നു കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. ഇത്രമാത്രം കേരളത്തിൽ നാണക്കേടുണ്ടായിട്ടും ഒരു പൊതുസമൂഹമാകെ കോൺഗ്രസ് നേതൃത്വത്തിനായിട്ട് നിരന്തരമായിട്ട് പ്രതികരിച്ചിട്ടും ആ നാണക്കേട് സ്വയം സഹിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരമാവധി സംരക്ഷിച്ചു നിർത്താൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ പരിശ്രമിക്കുന്നത് ഈ ബ്ലാക്ക്മെയിലിന്റെ ഭാഗമായിട്ടുള്ള. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബ്ലാക്ക്മെയിൽ മുമ്പിൽ കീഴടങ്ങാൻ മാത്രം, ഭയപ്പെടാൻ മാത്രം കോൺഗ്രസ് നേതാക്കന്മാരുടെ എന്തു രഹസ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ നടപടി അങ്ങേയറ്റം പരിഹാസ്യമാണ്, വികൃതമാണ്. കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. രാഹുലിന്റെ അടിസ്ഥാന സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞിട്ടും പ്രധാന പദവിയിൽ എത്തിച്ചത് എന്തുകൊണ്ടാണെന്നും രമേശ് ചോദിച്ചു. LDF ഗവൺമെന്റ് ജനത്തെ വിഡ്ഢികളാക്കുകയാണ്. 2 മാസം മുൻപ് തന്നെ സ്വമേധയാ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പ് അനുവദിച്ചില്ലെന്നും രമേശ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയാടിസ്ഥാനത്തിൽ BJPയുടെ നേതൃത്വത്തിൽ വർഗീയ വിഷം ആളിക്കത്തിക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മണ്ണൂരിൽ LDF സ്ഥാനാർത്ഥികളുടെ പര്യടന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ മണ്ണൂരിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി പര്യടന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് നമ്മൾ കഴിഞ്ഞ കാലത്തേക്കാൾ വോട്ടുകൾ നേടി ഒന്നിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നതാണ്. 2 കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ സമഗ്ര വികസനം.
രണ്ട്, ദേശീയാടിസ്ഥാനത്തിൽ BJPയുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ശ്രമം ആളിക്കത്തിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ. മൂന്നാമത്തേത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർഭരണം അനിവാര്യമായി വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനത്ത് മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ജനക്ഷേമം എന്ന് പറയുന്നത് ഏതാനും പേരിൽ മാത്രം ഒതുങ്ങി നിർത്തുന്ന വികസനമല്ല, സമഗ്രതയെ ഉറപ്പുവരുത്തുന്ന ഒരു വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. വൻകിട നഗരങ്ങളിൽ കാണുന്ന വികസനത്തിൻ്റെ പ്രയോജനം, അതിൻ്റെ സ്പർശം ഗ്രാമീണ തലങ്ങളിൽ എത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 15 വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം. രാവിലെ ചേറുംപാലയിൽ നിന്നുമാണ് പര്യടനം തുടങ്ങിയത്. CPM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് സ്ഥാനാർത്ഥി വിശ്വന്റെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ LDF നേതാക്കൾ സ്വീകരിച്ചു. ശങ്കരനാരായണൻ ഹാരാർപ്പണം നടത്തി. 15 പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും ഷാളിട്ട് സ്വീകരിച്ചു. നേതാക്കളായ V മോഹൻ, SJN നജീബ്, TR ശശി, OM മുരളി എന്നിവർ പങ്കെടുത്തു. NCPയുടെ റസാഖ് മൗലവി അടക്കമുള്ളവർ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും മന്ത്രിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. UDF ഒറ്റപ്പാലം മുനിസിപ്പൽ പ്രകടന പത്രിക പുറത്തിറക്കി. ഒറ്റപ്പാലത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ KPC സെക്രട്ടറി P ഹരിഗോവിന്ദനാണ് പത്രിക പ്രകാശനം നിർവഹിച്ചത്. വളരെ പ്രതീക്ഷയോടെയാണ് ഒറ്റപ്പാലത്തെ ജനങ്ങൾ UDFനെ നോക്കിക്കാണുന്നെന്നും ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് UDFും സ്വതന്ത്ര മുന്നണിയും ചേർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ പ്രതീക്ഷയോടെയാണ് ഒറ്റപ്പാലത്തെ ജനങ്ങൾ UDFനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഇടതുഭരണം ദുർഭരണമായിരുന്നു. എടുത്തു പറയത്തക്ക എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഒറ്റപ്പാലത്ത് നടന്നിരിക്കുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ശക്തമായ മത്സരം ഇത്തവണയും നടക്കും. വലിയ ഭൂരിപക്ഷത്തിൽ UDF ഭരണത്തിലെത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. സ്വതന്ത്ര മുന്നണി സംയുക്തമായ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഒറ്റപ്പാലത്തെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെയും സ്വതന്ത്ര മുന്നണിയെയും കാണുന്നത്. ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം വിലയിരുത്തിയ ജനങ്ങൾ ഇത്തവണ UDFനും സ്വതന്ത്ര മുന്നണിക്കും ഭരിക്കാനുള്ള ഭൂരിപക്ഷം നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ UDF ഒറ്റപ്പാലം നഗരസഭ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. KPC സെക്രട്ടറി P ഹരിഗോവിന്ദനായിരുന്നു പ്രകാശന കർമ്മം നിർവഹിച്ചത്. മറ്റു നേതാക്കളായ UDF മണ്ഡലം ചെയർമാൻ NK ജയരാജൻ, കൺവീനർ PMA ജലീൽ, DC സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്, IUML ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് ഖാസിം, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തോമസ് ജേക്കബ്, മുഹമ്മദ് അലി നാലകത്ത്, M ഉമ്മർ ഫാറൂഖ്, NK കൃഷ്ണൻകുട്ടി, N വിജയകുമാർ, KC ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിലെ ഒരു കൂട്ടം കലാകാരന്മാരെ ചേർന്ന് രൂപീകരിച്ചൊരു ഇനമായിരുന്നു യാഴ് ബാൻഡ്. ആലത്തൂരിൽ നടന്ന ജില്ലാ കലോത്സവത്തിൽ ഈ മത്സര ഇനം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഗോത്ര വിഭാഗത്തിലെ മലപുലയാട്ടത്തിൽ വാണിയംകുളം TRK ഹൈസ്കൂളും ഹയർ സെക്കൻഡറിക്കും 1ാം സ്ഥാനം നേടിക്കൊടുത്താണ് യാഴ് ബാൻഡ് കലോത്സവ വേദിയിൽ നിന്നും മടങ്ങിയത്. കലകൾ അവതരിപ്പിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് യാഴ് ബാൻഡ് സംഘം രൂപീകരിച്ചത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള ഗംഗാധരൻ, വിപിൻ, വൈശാഖ്, മറയൂർ, അനിക്കുട്ടൻ, ആകാശ്, ഉണ്ണിക്കുട്ടൻ തുടങ്ങിയവരാണ് യാഴ് ബാൻഡിൻ്റെ അമരത്തും അണിയറയിലുമുള്ളത്. കേരളത്തിനകത്തും പുറത്തും നാടൻ പാട്ടുകളും നാടൻ കലകളും ഇവർ അവതരിപ്പിക്കാറുണ്ട്. ഗോത്ര കലകളിലാണ് കൂടുതൽ പരിപാടികളും അവതരിപ്പിക്കുന്നത്. വാണിയംകുളം TRK സ്കൂളിന് വേണ്ടി ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മലപുലയാട്ടത്തിന് യാഴ് ബാൻഡിൻ്റെ പരിശീലന മികവ് ഒരിക്കൽ കൂടി എടുത്തു കാണിക്കാവുന്നതാണ്. മറയൂർ അനിക്കുട്ടനാണ് മലയപുലയാട്ടത്തിൻ്റെ പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. 1 മാസത്തെ പരിശീലനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്.
12 പേരടങ്ങുന്ന മത്സര വിഭാഗത്തിൽ ചിക്ക, കട്ടവാദ്യം, ഉറുമി, ചിലങ്ക, കിട്ടുമുട്ടി എന്നിവയാണ് വാദ്യോപകരണങ്ങൾ. ചെക്ക് സാരി, വെള്ളമുണ്ട്, ചുവന്ന തോർത്ത് എന്നിവയാണ് വേഷം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ആതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന വെറ്റിലപ്പാറ സ്കൂളിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. 12ാമത് സൗത്ത് സോൺ ബോൾ ടെന്നീസ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് പാലക്കാട്ട് നടക്കും. ഡിസംബർ 5 മുതൽ 7 വരെ മുട്ടിക്കുളങ്ങര KAP ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക. പുരുഷ വനിതാ ഇനങ്ങളിൽ കേരള, തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ തുടങ്ങിയ സംസ്ഥാന ടീമുകൾ പങ്കെടുക്കും. ജില്ലാ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ, കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് അംഗീകാരമുള്ളതായി നാഷണൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് S. ശിവാഷൺമുഖം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സ്പോർട്സ് കൗൺസിൽ ഒഴികെ മറ്റെല്ലാ അസോസിയേഷനും ഭാരവാഹികൾ കേന്ദ്രങ്ങളും എല്ലാം അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു അസോസിയേഷനാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ. 8 ഓവറാണ് ഈ കളി. ഇതിൽ 6 അടിച്ചാൽ ഔട്ടാണ്. 6 അടിക്കാൻ അനുവദിക്കും. 6 അടിച്ചാൽ ഔട്ടാണ്. 180 മീറ്റർ ഗ്രൗണ്ടിലാണ്, സർക്കിളിലാണ് കളിക്കുന്നത്. 9 പേര് കളിക്കും. ടീമിനകത്ത് 14 പേരാണ്. ഇത് ദേശീയ സ്കൂൾ കായികമേളയിലെ ഈ മത്സരം ഈ വർഷം ഉൾപ്പെടുത്തി. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ അനുമതിയുണ്ട്. ഏഷ്യൻ ഫെഡറേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഉണ്ട്, കേരളമുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു കളിയാണ്. ഇതിൽ ഏറ്റവും കൂടുതലൊരു കുട്ടികൾക്കൊരു ചാൻസ് എന്ന് പറയുന്നത് ഉപകരണങ്ങൾ വലുതായിട്ട് വേണം. ഗ്ലൗസ്, പേഡ് ഇതൊന്നും ഇല്ലാതെ കളിക്കാം. ഇതൊരു സോഫ്റ്റ് ബോളിലൊരു ബോളിൽ കളിക്കാം. ഇപ്പം നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളും നമുക്ക് സാധാരണ ഇഷ്ടംപോലെ ക്രിക്കറ്റ് കളി പല രീതിയിലും കാണുന്നുണ്ട്. ക്യാഷ് അവാർഡുകൾ അങ്ങനെ പലതും വെച്ച് ആ കളിക്കുന്ന കുട്ടികൾക്കൊരു വേദിയാണ്. ഇതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പറയുന്നത് ഉത്തർപ്രദേശിലെ ഇമ്രാൻ ലാറി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇത് 26 സംസ്ഥാനത്തും ഈ അസോസിയേഷൻ പ്രവർത്തിക്കുന്നു. ഇതിന്റെ അടുത്ത ഈ സൗത്ത് സോൺ കഴിയുമ്പോൾ ദേശീയ ചാമ്പ്യൻഷിപ്പ് നാഗപൂരിൽ വെച്ചിട്ട് അടുത്ത മാസം 17 മുതൽ 21 വരെ നടത്തുന്നു. അതിൽ കേരളം പങ്കെടുക്കുന്നു. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഭാഗത്ത്. ചെയർമാൻ നിഖിൽ കുടിയത്തൂർ, ജനറൽ കൺവീനർ M. വിനോദ് കുമാർ, പ്രസിഡന്റ് S. കൃഷ്ണകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. കൂനംപിള്ളി ശ്രീരാം നമ്പൂരിയായിരുന്നു യജ്ഞാചാര്യൻ. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സമാപനത്തിന്റെ ഭാഗമായി ഉച്ചയോടെ ഭാഗവത സംഗ്രഹം, അവഭൃത സ്നാനം, വിഗ്രഹക്ഷേത്ര പ്രദക്ഷിണം എന്നിവ ഉണ്ടായി. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് സമാപനമായത്. യജ്ഞപ്രസാദ വിതരണവും നിരവധി ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. യജ്ഞത്തിൻ്റെ ഭാഗമായി ഒരാഴ്ചയോളമായി വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. സെൻറ്റർ, കോട്ടായി. മാനന്നൂർ ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. വിശേഷാൽ പൂജകളും അന്നദാനവും മഹോത്സവത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്നു. വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്. രാഹുലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്ത് തെളിവുകളാണ് ഉള്ളതെന്നും വ്യക്തമാക്കണം. ഒരു കൂട്ടം നേതാക്കളാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത്. കോൺഗ്രസും CPIM-ഉം കള്ളനും പോലീസും കളിക്കുകയാണെന്നും MT രമേശ്. ദേശീയാടിസ്ഥാനത്തിൽ BJPയുടെ നേതൃത്വത്തിൽ വർഗീയ വിഷം ആളിക്കത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മണ്ണൂരിൽ LDF സ്ഥാനാർത്ഥി പര്യടന പൊതുയോഗം. UDF ഒറ്റപ്പാലം മുനിസിപ്പൽ പ്രകടന പത്രിക പുറത്തിറക്കി. വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ UDFനെ നോക്കിക്കാണുന്നതെന്നും വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഭരണത്തിലെത്തുമെന്നും UDF നേതാക്കൾ. കഴിഞ്ഞ ഇടതുഭരണം ദുർഭരണമായിരുന്നുവെന്നും നേതാക്കൾ. ആലത്തൂരിൽ കൗമാര പ്രതിമകളുടെ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇനി തിരശ്ശീല വീഴും. കലാകിരീടത്തിനായി ഉപജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കലോത്സവത്തിൽ വാണിയംകുളം TRK ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും 1ാം സ്ഥാനം നേടിക്കൊടുത്ത യാഴ് ബാൻഡ് മത്സര ഇനം ശ്രദ്ധേയമായി.
ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനിറങ്ങി ജനം ഭീതിയിൽ. ഇത്തവണ കാട്ടാനിറങ്ങിയത് ജനവാസ മേഖലയായ ആതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം. ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.